വന്നിരിക്കുന്ന കള്ളക്കാവൽ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ പറയാനായിട്ടാണ്. നമ്മുടെ ചാനലുമായിട്ട് അങ്ങനെ റിവ്യൂ പറയാനൊന്നും പോകാറില്ല. പക്ഷേ ഈ പടം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി പടം തന്നെയാണെന്ന് പറയണം. അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ കള്ളക്കാവൽ എന്ന് പറയുന്ന പടം മമ്മൂട്ടിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇറക്കിയിട്ടുള്ള പടങ്ങൾ വെച്ച് ഏറ്റവും അടിപൊളി കിടുക്കാച്ചി പടമായിരിക്കും. മമ്മൂട്ടി സൈക്കോപാത്തിൽ ഒരു കൊലയാളിയായിട്ട് ഇറങ്ങുന്ന ഒരു പടമാണ്. വിനായകനാണെങ്കിൽ പോലീസ് ക്യാരക്ടർ അടിച്ച് തകർത്തെന്ന് തന്നെ പറയാം. ഒരു പൊടി നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് കുറച്ച് മെയിനായിട്ട്. പക്ഷേ ഒട്ടും വിടാതെ തന്നെ നമ്മുടെ വിനായകന് പുറകെ തന്നെയുണ്ട്. അപ്പം ഏതൊക്കെ തിയേറ്ററിലാണെന്ന് പറഞ്ഞാൽ ചേർത്തലയിലുള്ളത് പാരഡൈസും ചിത്രാഞ്ജലിയും. നിങ്ങൾ പോയി കാണുക, ഈ പടത്തെ വിജയിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം റിവ്യൂ കമൻറ്റ് ചെയ്യുക. ഹലോ മച്ചാന്മാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി അടിച്ച് പൊളിച്ച് അഭിനയിച്ചിരിക്കുകയെന്ന് ഞാൻ പറയാൻ വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക. കള്ളക്കാവൽ എന്ന മൂവിയിൽ മമ്മൂട്ടിയുടെ അത് കിടുക്കാച്ചൊരു മൂവിയാണ്. ഇതുവരെ മമ്മൂട്ടി അഭിനയിച്ച് തകർത്ത മൂവി പോലെ അല്ല എന്ന് തന്നെ പറയാം. ഭീഷ്മ അതേപോലെയുള്ള ഒരു മൂവി ഇമ്പാക്റ്റ് അല്ല ഈ സിനിമയ്ക്ക് കണ്ടുവരുന്നത്. മമ്മൂട്ടി നെഗറ്റീവ് ക്യാരക്ടർ തുടക്കത്തിൽ തന്നെ പക്കാൻ നെഗറ്റീവ് ക്യാരക്ടർ. നമുക്ക് മമ്മൂട്ടിയുടെ സിനിമ കണ്ട ഇതുവരെ നമ്മൾ ഇഷ്ടമാണ് തോന്നാറ്. ബട്ട് ഈ സിനിമ കാണാൻ നേരത്തെ ഇന്ന പോലെ നമുക്ക് തെറി വിളിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് മീൻസ് നെഗറ്റീവ് ക്യാരക്ടർ. ആ ക്യാരക്ടർ നടൻ അല്ലെങ്കിൽ സംവിധായകൻ കൊടുത്തിരിക്കുന്ന ആ നെഗറ്റീവ് ക്യാരക്ടർ മമ്മൂട്ടി അടിച്ച് പൊളിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. ഇതുവരെ ഭീഷ്മനെ കലക്കുന്ന പടമാണ്. നെഗറ്റീവ് ക്യാരക്ടർ കഥ തുടങ്ങുന്നതെന്ന് വെച്ചാൽ തന്നെ എന്ന പോലൊരു പെണ്ണിനെ കൊല്ലുന്നതിനോട് കൂടിയാണ് കഥയുടെ തുടക്കം. നമ്മുടെ വിനായകൻ പോലീസ് വേഷത്തിൽ മമ്മൂട്ടിനേക്കാളും അടിച്ച് പൊളിച്ച് മമ്മൂട്ടി എങ്ങനെ അഭിനയിക്കുന്നു അതിനേക്കാളും എത്രത്തോളം മീൻസ് കൂടുതലായിട്ട് അടിച്ച് പൊളിച്ച് അഭിനയിക്കാമെന്നുള്ള ഒരു രീതി തന്നെയാണ് നമുക്ക് ആ മൂവിയിലൂടെ കാണാൻ പറ്റിയിരിക്കുന്നത്. ആ മൂവി ഇപ്പം നമ്മുടെ ചേർത്തലയിൽ ഇന്ന പോലെ കൈരളിയിലുണ്ട്, പാരഡൈസിലുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണുക. വിനായകൻ്റെ പോലീസ് ക്യാരക്ടർ ആണ് ഒരു ഗുഡ് ക്യാരക്ടർ തന്നെയാണെന്ന് നമുക്ക് പറയാം. മമ്മൂട്ടിയുടെ മാസ് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒരു സൈക്കോപാത്ത് അങ്ങനത്തെ ഒരു കഥയാണ്. നിങ്ങളെല്ലാവരും പോയി കാണുക, കണ്ട് വിജയിപ്പിക്കുക. മാക്സിമം കണ്ടിട്ട് നമ്മുടെ ഈ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഈ വേഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം സിനിമയുടെ വരി നിങ്ങൾക്കറിയാമല്ലോ, പോയി കാണുക, അടിച്ചു പൊളിക്കുക. കള്ളക്കാവൽ എന്ന മൂവിക്കകത്ത് വിനായകൻ പോലീസ് വേഷത്തിലും മമ്മൂട്ടി ഒരു സൈക്കോപാത്ത് മീൻസ് ഒരു കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചു വരുന്നത്. മമ്മൂട്ടിക്ക് അതിൻ്റെ അകത്തൊരു ഭാര്യയും പിള്ളേരും ഉണ്ട്. വേറൊരു സ്ത്രീയായിട്ട് ഉള്ള അവിഹിത ബന്ധം, അതിനെ മമ്മൂട്ടി ആ സ്ത്രീയെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെയാണ് കഥയുടെ തുടക്കം വരുന്നത്. ആ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് നമ്മുടെ വിനായകൻ. ബാക്കി കഥ ഞാൻ പറയണ്ടല്ല, നിങ്ങൾ കാണുക. നമ്മുടെ ചേർത്തല പാരഡൈസിലും ചിത്രാഞ്ജലിയും അടിച്ച് പൊളിക്കുക. ഇഷ്ടമായെങ്കിൽ മാത്രം പറയുക. ഞാൻ ഒരു ഫാൻസ് അടിസ്ഥാനത്തിൽ പറയുകയല്ല. അത് കാണുക, കണ്ട് മാത്രം വിലയിരുത്തുക. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കലവാണി യൂട്യൂബ് ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.